ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊരട്ടിയിലെ വാഴപ്പള്ളി ടവേഴ്സിലുള്ള ഒരു കിഡിലൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇതാണ് മിൻസ ഫുഡ് മോൾ. സത്യം പറഞ്ഞാൽ ഇതിലൂടെ പോകാത്ത ദിവസങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ വളരെ നേരത്തെ ആയിരിക്കും, അതായത് ഭക്ഷണ സമയത്തിന് മുമ്പേ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിരിക്കും. ലേറ്റായി പോകുമ്പോൾ റിഫ്രഷ്മെന്റ്സിനായിട്ട് കൂൾ ഡ്രിങ്ക്സോ ഐസ്ക്രീംസോ ഒക്കെ വാങ്ങിച്ചു പോകാറുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഇങ്ങനെ പോയി വരുന്നതും കാണാം. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ട് ഇന്ന് ഇവിടേക്കായിട്ട് വന്നതാണ്. ഇവിടെ വന്നാൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത് ഇവരുടെ മിന്റ് ലീവ്സ് ആ ഒരു ഫ്രഷ്നെസ്സോടുള്ള ഫ്ലൂറസെന്റ് ഗ്രീൻ ആംബിയൻസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരുടെ പ്ലഷ് സോഫാസ് ആൻഡ് സീറ്റ്സും ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയാണ് കിട്ടുന്നത്. ഇത് കൂടാതെ ഇവിടെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് ആണ്. അതുകൊണ്ട് ഒരു സ്നോ വേൾഡിൽ കയറി ചെന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ് ഇവിടെ കയറിയപ്പോൾ കിട്ടിയത്. ഈ ഒരു ഒറ്റ ഫ്ലോറിലാണ് ഈ റെസ്റ്റോറന്റ് വരുന്നത്. അതുകൊണ്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും സുഖമായിരുന്നു കഴിച്ച് ആസ്വദിക്കാനുള്ള ഒരു സ്പേഷ്യസ് കൂൾ കോംഫി ആൻഡ് കോസി ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇവരുടെ ഓപ്പൺ കിച്ചൺ കണ്ടാൽ തോന്നില്ല ഇത്രയും കാലം ഓടിയ ഒരു റെസ്റ്റോറന്റ് കിച്ചൺ ആണെന്ന്. അത്രയ്ക്കും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഒരു ചെറിയ പാർട്ടി ഹാൾ പോലുള്ള സെറ്റപ്പ് ആണ്. മെയിൻ ഡൈനിങ് സ്പേസ് ഫില്ലാവുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ട് വിടുമെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ വളരെ അട്രാക്റ്റീവ് ആയ ഒരു ജ്യൂസസ്, ഷേക്സ്, മൊഹിത്തോ, ഡെസേർട്സ് കൗണ്ടർ ആണ്. എല്ലാത്തരം ഫ്രൂട്ട്സും ഐസ്ക്രീംസും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കാം. മെനു കണ്ടപ്പോ മനസ്സിലായി ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്ന്. പലതരം സൂപ്സ് ആൻഡ് സാലഡ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, മീൽസ് ഉണ്ട്, ബിരിയാണി, മന്തി, പലതരത്തിലുള്ള റൈസ് ആൻഡ് നൂഡിൽസ് ഉണ്ട്. പിന്നെ അറബിക് ആൻഡ് ബാർബിക്യൂ ഡിഷസ് ഉണ്ട്, ഇന്ത്യൻ ബ്രെഡ്സ് ഉണ്ട്, പലതരം ചിക്കൻ ഡിഷസ് ഉണ്ട്, ഡക്ക് ഐറ്റംസ് ഉണ്ട്, മട്ടൺ ഐറ്റംസ് ഉണ്ട്, ബീഫ് ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാതെ സീ ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. വെജിറ്റേറിയൻസിന് ചെറിയ സെക്ഷൻ ഉണ്ട്, എഗ് ഐറ്റംസ് ഉണ്ട്, തനിനാടൻ ഫുഡ് ഉണ്ട്, പിന്നെ ഒരു ഡെസേർട്സ് ഉണ്ട്, ഹോട്ട് ബേവറേജസ് ഉണ്ട്, കോൾഡ് ഡ്രിങ്ക്സ്, ജ്യൂസസ്, മൊഹിത്തോസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്തത് ഇവരുടെ പ്ലേറ്റ് വാമറിൽ നിന്നും എടുത്ത പ്ലേറ്റ് ആണ്. പിന്നെ വന്നത് ഇവരുടെ റെസ്റ്റോറന്റ് പോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഡ്രാഗൺ ചിക്കൻ. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ, ശരിക്കും ഒരു ഹെൽത്തി ഡിഷ് പോലെയാണ് ഫീൽ ചെയ്തത്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വെജീസും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കണ്ടിട്ട് വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സെമി സ്പൈസി ആൻഡ് ടാഞ്ചി ഫ്ലേവറിലുള്ള ഒരു ടിപ്പിക്കൽ ചൈനീസ് സ്റ്റാർട്ടർ തന്നെയാണ്. ഇതിന് പിന്നാലെ തന്നെ ഇവരുടെ മറ്റൊരു കളർഫുൾ ഡിഷും കൂടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മട്ടൺ മസാല. വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് ടൊമാറ്റോസും അണിയൻസും വേപ്പിലൊക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ ശരിക്കും നല്ല നാടൻ മസാല പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് മട്ടൺ പീസും ആ അണിയൻസും ടൊമാറ്റോസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല കിഡിലൻ പെപ്പർ ഫ്ലേവറിലുള്ള മസാല ഫ്രൈ ആണ്. അടിപൊളി ഐറ്റം. ഇത് പൊറോട്ടയുടെ കൂടെ നല്ലൊരു കിഡിലൻ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമ്മളും പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി പൊറോട്ട വന്നിട്ട് ഇതിൽ നിന്നും ബാക്കി കഴിക്കാം. പിന്നെ വന്നത് ഇവര് സജസ്റ്റ് ചെയ്ത ഒരു സർപ്രൈസ് ഐറ്റം ആണ്. ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സംഗതി ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ കഞ്ഞി. അതിന്റെ കൂടെ തൊട്ടുകൂട്ടുവാൻ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് ഐറ്റംസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഇതെല്ലാം കൂടാതെ ഇതിന്റെ കൂടെ കുറച്ച് തൈരും തന്നിട്ടുണ്ട്, ഉപ്പും തന്നിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുമെങ്കിലും ഇതുവരെയും കുടിക്കാത്തൊരു സംഗതിയാണ് കഞ്ഞി. കൂടുതലും കുടിച്ചിട്ടുള്ളത് ജീരകക്കഞ്ഞിയാണ്, അതും നോമ്പുകാലത്ത്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇതെങ്ങനെ കുടിക്കേണ്ടതെന്നുള്ള പ്രൊസീജിയർ നമ്മുടെ ഫ്രണ്ട് അടുത്ത് ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം കുറച്ച് ഉപ്പെടുത്തിട്ടിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ കിട്ടിയ പയറുപ്പേരി കുറച്ചെടുത്തിടാം. പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ മീൻ പീര കുറച്ചെടുത്തിടാം. പിന്നുള്ളത് ഇതിൽ ഇവരുടെ സ്പെഷ്യൽ മുളകിടിച്ചതാണ്.
ആണ്, അതും കുറച്ചെടുത്തിടാം. പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന മാങ്ങാച്ചാറാണെന്ന് തോന്നുന്നു, അതും കുറച്ചെടുത്തിടാം. അങ്ങനെ അവസാനം ഇതിന്റെ കൂടെ വരുന്ന ആ ഉണക്കമീനും കുറച്ച് പൊട്ടിച്ച് ഇടാം. നല്ല ആവി പറക്കുന്ന കഞ്ഞിയാണ്. ഇവിടെ വരുമ്പോ തന്നെ ചെറിയൊരു കോൾഡും ചുമയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതെല്ലാം കൂട്ടി ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവർക്ക് ഇതിനൊരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഒരു പനിക്കോളുള്ളത് കൊണ്ട് ഈ ഒരു കഞ്ഞി കുടിച്ചപ്പോ നല്ല സുഖം തോന്നി. അതും ഈ ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് ആംബിയൻസിൽ ചൂട് കഞ്ഞി കുടിച്ചപ്പോ വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു. പിന്നെ വന്നത് ഇവർ സജസ്റ്റ് ചെയ്ത 2 സ്പെഷ്യൽ കോൾഡ് ബേവറേജസ് ആണ്. അതിന്റെ പിന്നാലെ ഇവരുടെ ഒരു നൂഡിൽസ് ഐറ്റം വന്നിട്ടുണ്ട്, പിന്നെ ഇലയിൽ പൊതിഞ്ഞൊരു ഐറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഈ ഒരു മിൻസ സ്പെഷ്യൽ മാജിക് മിന്റ് ഒന്ന് കുടിച്ചു നോക്കാം. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്, അതേപോലെ നല്ല പ്രസന്റേഷൻ. അപ്പൊ ഇത് സിപ്പ് ചെയ്യുമ്പോ പെട്ടെന്ന് കിട്ടുന്നില്ല, കാരണം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ക്രഷ്ഡ് ഐസ് ആണ്. ഇതിന്റെ താഴെയാണ് മിക്സഡ് ഫ്ലേവേഴ്സ് വരുന്നത്. കൊള്ളാം, നല്ലൊരു ലെമണേഡും സ്ട്രോബെറി മിന്റ് ഫ്ലേവർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ്. അടുത്ത് നമ്മൾ ട്രൈ ചെയ്ത ഇവരുടെ സ്പെഷ്യൽ മിന്റ് ലൈം ആണ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിലും മെയിൻ ആയിട്ട് വരുന്നത് ക്രഷ്ഡ് ഐസ് ആണ്. ഫുഡ് കഴിയുന്നത് വരെ ഇത് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ മിക്സഡ് നൂഡിൽസ് ആണ്. ശരിക്കും ഒരു കളർഫുൾ ഡിഷ്. പല കളറിലുള്ള ബെൽ പെപ്പേഴ്സ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, അണിയൻസ് ഉണ്ട്, സ്പ്രിംഗ് അണിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാധാരണ പലയിടത്തും തരുന്നത് പോലെ സോസി അല്ല, പിന്നെ ഒരു മൈൽഡ് സ്പൈസി ആൻഡ് മൈൽഡ് ടാഞ്ചി ഫ്ലേവർ പോലെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ചെറിയ പ്രോൺസ് വരുന്നുണ്ട്, എഗ് വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, ബീഫ് വരുന്നുണ്ട്, പിന്നെ വേറെ എന്ത് വേണം. നൂഡിൽസ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന പൊറോട്ട എത്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നൂൽ പൊറോട്ടയാണ്. 22 രൂപയാണ് ഒരു പൊറോട്ടയ്ക്ക് വരുന്നത്. ആഹാ, നല്ല പഴം തുണി പോലെയുള്ള നല്ല ഫൈൻ ക്വാളിറ്റി നൂൽ പൊറോട്ട. ഇനി നമുക്ക് ഇവരുടെ ഇലയിൽ പൊതിഞ്ഞ ഐറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് എന്തായിട്ടാണ് തോന്നുന്നത്? ഓക്കേ, അപ്പോ ഞാൻ തന്നെ പറയാം. ഇവരുടെ ഫിഷ് പൊള്ളിച്ചതാണ് ഈ ഒരു ഐറ്റം. അതും ആവോലിയാണ് ഇവർ സജസ്റ്റ് ചെയ്തത്. ഇത് കൂടാതെ നെയ്മീന്റെയും കരിമീന്റെയും ഓപ്ഷൻ വരുന്നുണ്ട്. ഏത് ഫിഷ് ആയാലും ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത്. കണ്ടിട്ട് നല്ല ടെംപ്റ്റിംഗ് മാരിനേഷൻ ആണ്. നല്ലൊരു ഫ്ലേവർഫുൾ അരോമ വരുന്നുണ്ടായിരുന്നു ഇല തുറന്നപ്പോ. കണ്ടിട്ട് നല്ല കഴമ്പുള്ള ഫ്രഷ് മീനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ചെറിയൊരു കഷ്ണം പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു അരപ്പാണ് ഇതിന്റെ മാരിനേഷനായിട്ട്. പക്ഷെ ഫിഷ് കഴിച്ചപ്പോ ഒരു റബ്ബർ എഫക്റ്റ് പോലെ തോന്നി. അതിനി ഓവർ കുക്ക്ഡ് ആയത് കൊണ്ടാണോ അതോ ഐസിന്ന് എടുത്ത് നേരെ കുക്ക് ചെയ്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ആ പൊറോട്ട ആ മസാല കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല കിഡിലൻ കോമ്പിനേഷൻ. ഇനി നമ്മൾ പൊറോട്ട വന്നാൽ അത് കൂട്ടി കഴിക്കാൻ നേരത്തെ വെച്ചിട്ടുള്ള ആ മട്ടൺ മസാലയിൽ നിന്നും കുറച്ചെടുത്ത്, മട്ടനൊക്കെ നല്ല സോഫ്റ്റ് എതളായിട്ടുള്ള മട്ടനാണ്. അപ്പൊ അത് പൊറോട്ട കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കി മോനെ, ഒരു രക്ഷയില്ല. പിന്നെ വന്നത് ഇവർ സജസ്റ്റ് ചെയ്ത മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ്, മൺകുടത്തിലുള്ള ഒരു ഐറ്റം. ഇതിന്റെ കൂടെ ഒരു അച്ചാർ വരുന്നുണ്ട്, റൈത്ത വരുന്നുണ്ട്, പിന്നെ ഒരു അച്ചാർ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മട്ക ഫിഷ് ബിരിയാണി. ഇതിനും ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത്. ഇത് കൂടാതെ ഇവർക്ക് മട്ക ചിക്കൻ ബിരിയാണി, മട്ക ബീഫ് ബിരിയാണി, മട്ക മട്ടൻ ബിരിയാണിയും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ മേലെ വെച്ചിട്ടുള്ള റോട്ടി ഒന്ന് മുറിച്ചു നോക്കാം. ആഹാ, കുടത്തിന്റെ ആ റിമ്മ് വരെ ബിരിയാണി ഫുള്ളായി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ റൈത്ത വരുന്നുണ്ട്, 2 തരം അച്ചാർ വരുന്നുണ്ട്. ഒരെണ്ണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡേറ്റ്സ് അച്ചാറാണ്, പിന്നെ ഒരെണ്ണം ലെമൺ പിക്കിളാണ്. അപ്പൊ ഇവരോട് തന്നെ സെർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് സെർവ് ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പൊ ആദ്യം കുറച്ച് റൈസ് എടുത്തിട്ടു, പിന്നെ കറക്റ്റ് ആ ഒരു ഫിഷ് പീസും കൂടി എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് മസാല വരുന്നുണ്ട്, അപ്പൊ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയ റൈത്ത കുറച്ച് എടുത്തിടാം, പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ ആ സ്വീറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അച്ചാർ കുറച്ച് എടുത്തിടാം. ഇതിലുള്ള ഫിഷും നല്ല ഫ്രഷ് ആയിട്ടാണ് തോന്നുന്നത്, നല്ല കഴമ്പുള്ള നെയ്മീൻ പോലെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല കിഡിലൻ ഡേറ്റ്സ് പിക്കിൾ. അപ്പൊ ആ പിക്കിളും ഫിഷും കൂട്ടി ഈ ബിരിയാണി നമുക്കൊരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു ഫ്ലേവർസം ബിരിയാണി തന്നെയാണ്. അതേപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഫ്രഷ് മീന് തന്നെയാണ്. ഇനിയും വേറെ 2 മീൻ കഷ്ണങ്ങളുണ്ട്. അപ്പൊ ഇത് വാങ്ങിച്ചാൽ 2 പേർക്ക് ലാവിഷായി കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്.
അങ്ങനെ അവസാനം നമ്മൾ ഇവരുടെ ഒരു ഡ്രിങ്ക് കൂടി ഓർഡർ ചെയ്തു. അപ്പോ ഇതാണ് ഇവരുടെ പാഷൻ ഫ്രൂട്ട് മൊഹിറ്റോ. ഈ ഒരു റേറ്റിന് അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും നല്ലൊരു ഫ്ലേവർ തന്നെയായിരുന്നു. ആ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു സാധാ റെസ്റ്റോറന്റ് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇവിടുത്തെ മൾട്ടി ക്യൂസിൻ മെനു കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഒരു എയർ കണ്ടീഷൻഡ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിൽ വന്ന് കഞ്ഞി കുടിച്ചു നോക്കുന്നത്. അത് തന്നെ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഫുഡ് ആയാലും ടേസ്റ്റ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും എല്ലാം വളരെ മികച്ചതായിരുന്നു. പിന്നെ ഇവിടെ ഫുഡിന്റെ റേറ്റും വളരെ റീസണബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇവിടെ ഒരു പെർഫെക്റ്റ് ഫാമിലി റെസ്റ്റോറന്റ് ആയി യാത്രക്കാർ സ്വീകരിച്ചതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ ആണ് അതിലൊരു മുഖ്യ റീസൺ ആയിട്ട് വരുന്നത്. ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അതാലോചിച്ച് ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി NH47 യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു റെസ്റ്റോറന്റ് കാണുമ്പോൾ ധൈര്യമായി ഇറങ്ങി കഴിച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.